إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറ അൻ-നംൽ അതിന്റെ 70-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ നേരിട്ട പ്രതിസന്ധികളിൽ ഒരിക്കലും പതറാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു തആല നേരെ ഉണർത്തുന്നതാണ് ഈ വചനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വലാ തഹ്സൻ അലൈഹിം, അവരുടെ മേൽ താങ്കൾ വ്യസനിക്കേണ്ട അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട നബിയെ. താങ്കൾ ഒരിക്കലും അവരുടെ കാര്യത്തിൽ വ്യസനിക്കേണ്ടതില്ല. അവർ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ, സത്യം സ്വീകരിക്കാത്തതിന്റെ പേരിൽ താങ്കൾ ഒരിക്കലും ദുഃഖിക്കേണ്ട വ്യസനിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ആ വഴിയെ നടന്നുകൊള്ളുമെന്ന ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ലാതെ അതൊന്നും സംതൃപ്യമാകില്ല എന്ന് കൃത്യമായും വ്യക്തമായും യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം അല്ലാഹു പറയുകയാണ്, വലാ തകുൻ ഫീ ലൈഖിൻ, വലാ തകുൻ, താങ്കളാകുന്ന ഫീ ലൈഖിൻ, ഇടുക്കമുള്ളവനാകരുത്, മിമ്മായും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുതന്ത്രത്തിന്റെ പേരിൽ. അവർ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും അവർ പ്രവർത്തിക്കും, സത്യനിഷേധികൾ. അതിന്റെ പേരിലൊന്നും താങ്കൾ മനസ്സിലിങ്ങിയവനാകാൻ പാടില്ല. താങ്കളുടെ മനസ്സ് താങ്കൾ വിശാലമാക്കി വെക്കണം എന്നുള്ള ഒരു സതുപദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഇതുവഴി നോക്കൂ നിങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ എക്കാലത്തും ഈ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആ സത്യവിശ്വാസികളായ പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകാംക്ഷയുള്ള 2 ഉപദേശങ്ങളാണ് ഈ ആയത്തിൽ കൂടെ അവർ നൽകുന്നത്. നോക്കൂ നിങ്ങൾ, ആ സത്യനിഷേധികൾ അല്ലെങ്കിൽ തോന്നിവാസികൾ സത്യം അംഗീകരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിന് ദുഃഖമുണ്ടാകേണ്ട ആവശ്യമില്ല. ഒക്കെ വഴിയെ അതിന്റെ യാഥാർത്ഥ്യപ്രകാരം നടന്നുകൊള്ളും. അതിന്റെയൊക്കെ കൈകർത്താവ് അല്ലാഹുവാണ്. അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സത്താവും ഒക്കെ എന്താവും അല്ലാഹുവാണ്. നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെടേണ്ടതില്ല എന്നുള്ള ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.